മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനും മുത്തശ്ശിയും മഹിയെ നേരിൽ കണ്ട് സംസാരിക്കുന്നു. കൂട്ടത്തിൽ ലേഖ മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നശിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ആ ഒരു വാർത്ത അറിയാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് രണ്ടുപേരും വന്നിരിക്കുന്നത്. ആ സന്തോഷ വാർത്ത അറിഞ്ഞ് മുത്തശ്ശിക്കും പ്രതാപനും സന്തോഷമാകുന്നെങ്കിലും മഹിയുടെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴും മുത്തശ്ശിയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു. അച്ഛൻ മരിച്ച നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയതും സ്നേഹത്തോടെ പരിചരിച്ചതുമൊക്കെ ഞങ്ങളാണെന്നുള്ള കാര്യം മറക്കരുത്. മാത്രമല്ല നിന്നോട് യാതൊരു വഴക്കിനും വരരുതെന്ന് മാത്രമാണ് ഇപ്പം ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം അങ്ങ് പോകുന്നുണ്ട്. മുത്തശ്ശിക്കും പ്രതാപനും ആണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. റൂമിലെത്തി നിർത്താതെ ചിരിക്കുന്ന പ്രതാപനാണെങ്കിൽ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും ഉളുക്കി പിടിക്കുന്നുണ്ട്. ദൈവം അറിഞ്ഞു കൊടുക്കുന്ന കൂലി എന്നോണം ഉളുക്കി പിടിക്കുന്ന പ്രതാപനെ രക്ഷിക്കാൻ മുത്തശ്ശി മാക്സിമം ശ്രമിക്കുന്നുവെങ്കിലും പറ്റുന്നില്ല. അപ്പോഴാണ് ജയപാലനും തോമസ് വൈദ്യരും അതുവഴി പോകുന്നത്. മുത്തശ്ശിയും പ്രതാപനും നന്നായിട്ട് മഹിയെയും അതുപോലെ കണ്ണനെയൊക്കെ ദ്രോഹിക്കുന്നവരായതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരമൊക്കെ അവരും പാഴാക്കുന്നില്ല. ഒന്ന് തടവി തിരുമാൻ തോമസ് സാറാണെങ്കിൽ പറയുന്നുണ്ട് ജയപാലനോട്, അതും പതിയെ. എന്നാൽ ജയപാലനാണെങ്കിൽ നന്നായിട്ട് ഇറുക്കി തിരുമുകയും അതിനുശേഷം തോമസ് വൈദ്യർ കൈ ഓടിക്കുമ്പോൾ അയാളുടെ ഉളുക്കൊക്കെ മാറുന്നു. വീണ്ടും പൊട്ടിച്ചിരിക്കാനൊരുങ്ങുന്ന പ്രതാപനോട് മുത്തശ്ശി പറയുന്നുണ്ട്, നീ ചുമ്മാ ചിരിച്ച് ഉളുക്കൊന്നും മേടിക്കണ്ട, നീ വയ്യാതെ കിടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പം എന്ത് വയ്യാണ്ടായാലും വേണ്ടില്ല, എനിക്കൊന്ന് ചിരിച്ച് സന്തോഷിച്ചേ പറ്റൂ. നീ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ എനിക്കും ചിരി വരും. മണ്ണുണ്ണിയുടെ അമ്മായിച്ച എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രണ്ടുപേരും ഓരോന്നും പറഞ്ഞ് ചിരിക്കുന്നു. അതേസമയം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പ്രതാപനും മുത്തശ്ശിയും വന്നതറിഞ്ഞിട്ട് നമ്മുടെ മാർക്കോയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. കാരണം അടികൊണ്ട് കിടക്കുന്ന കാർത്തികേയന് കൈകൾക്കൊക്കെ ചലനശേഷി തിരികെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും അവിടെ നിൽക്കുമ്പോൾ മേഘനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് കാർത്തികേയനാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും മാർക്കോയ്ക്ക് സംശയമുണ്ടായതുകൊണ്ട് തന്നെ പ്രതാപനോടും മുത്തശ്ശിയോടും ഒരു കാരണവശാലും കാർത്തികേയൻ സത്യം തുറന്നു പറയാൻ പാടില്ല. അതായത് കണ്ണൻ നടക്കാൻ തുടങ്ങി, കണ്ണന് യാതൊരു കുഴപ്പവും ഇല്ലെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പാടില്ല. അതുകൊണ്ട് കാർത്തികേയനെയും നേരിൽ കണ്ടു വരട്ടണം. കൂട്ടത്തിൽ പ്രതാപനെയും മുത്തശ്ശിയും കേസും വഴക്കുമായിട്ടൊന്നും പോകാൻ പാടില്ല. കാരണം മാർക്കോയാണല്ലോ ഇരുട്ടടിയിലൂടെ പ്രതാപനെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി മേലാൽ മഹിയോട് ക്രൂരത കാണിക്കാൻ തോന്നാത്ത രൂപത്തിൽ ഭീഷണിപ്പെടുത്താൻ മാർക്കോ തീരുമാനിക്കുകയും അതിൻ്റെ പേരിൽ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ഡോറിൽ തട്ടി വിളിക്കുന്ന സമയത്ത് മുത്തശ്ശിയാണ് ഡോറ് തുറക്കുന്നത്. അപ്പം മാർക്കോയെ കണ്ട് മുത്തശ്ശി ആകെ അങ്ങ് ഷോക്കാകുന്നു. എന്താ, നിങ്ങൾ ഒട്ടും എന്നെ പ്രതീക്ഷിച്ചില്ലേ? ഇല്ല മാർക്കോ. എന്തിനാ മാർക്കോ എൻ്റെ മോനെ ഇങ്ങനെ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ ആരും ഒരു ദ്രോഹത്തിനും വരുന്നില്ലല്ലോ. നീയും അറിഞ്ഞു കാണില്ലേ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കണ്ണനെ ചതിച്ചിപ്പം പ്രഗ്നൻ്റ് ആയ കാര്യം? അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പങ്കുമില്ല. പിന്നെ എന്തിനാ ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം മാർക്കോയാണെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ പ്രതാപൻ്റെ നെഞ്ചത്തേക്ക് കാല് വെച്ച് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാനാ നിന്നെ തല്ലിയെന്നുള്ള കാര്യം നീ ആരുടെങ്കിലും പറഞ്ഞോ? പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മാർക്കോ, ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ലേന്ന് പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ അപ്പം ഒച്ച വെച്ച് കരയുന്നു. മിണ്ടായിരിക്കും തള്ളേ, ഇങ്ങേരെക്കായും വിഷമോ നിങ്ങളെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞേക്കുക, ഇനി മേലാ ഞാൻ സ്നേഹിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ചെന്ന് കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്. ഇപ്പം വാരിയല്ലൂരിയതേ ഉള്ളൂ, മൊത്തത്തിൽ ഞാൻ അങ്ങ് ഇടിച്ച് ശരിയാക്കും എന്ന് വാൺ ചെയ്യുന്നുണ്ട് പ്രതാപനെയും മുത്തശ്ശി. അന്നേരം പ്രതാപൻ പറയുന്നു, മഹിക്ക് ഇങ്ങനൊരു ആപത്ത് സംഭവിച്ചത് ഞാനോ എൻ്റെ അമ്മയോ ഒരു പങ്കുമില്ല, നീ തെറ്റിദ്ധരിച്ചതാ. ഇനി മേല ഞങ്ങൾ ആർക്കും ഒരു ബുദ്ധിമുട്ടിനും പോകില്ല എന്ന് പറയുമ്പം നിങ്ങളെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുന്നത് പോലെ എന്നോട് കള്ളത്തരം പറയണ്ട എന്ന് പറഞ്ഞ് മാർക്കോയാണെങ്കിൽ ഇറങ്ങിപ്പോകുന്നു. കാർത്തികേയനെ നേരിൽ കണ്ട് കാർത്തികേയനെയും കൂട്ടുകാരനെയും നന്നായിട്ട് വിരട്ടുന്നുണ്ട് മാർക്കോ. ഇനി മേലാൽ സത്യങ്ങൾ ഒരു കാരണവശാലും പ്രതാപനോടോ മുത്തശ്ശിയോടോ പറയരുത്. പ്രതാപനും മുത്തശ്ശി ഇപ്പം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കുണ്ട്. അങ്ങനെയെങ്ങാനും തുറന്നു പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൈയിൻ്റെ സ്വാധീനവും കൂടി നഷ്ടമാകും. നിന്നെ ഞാൻ പരലോകത്തേക്ക് നേരിട്ടെത്തിക്കും. മേഘനോട് കണ്ണൻ സാർ നടക്കുമെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞത് താനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. എന്തായാലും അവനൊന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പം ചോദിച്ചറിയാം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് വിരട്ടുന്ന സമയത്ത് കാർത്തികേയൻ്റെ കൂട്ടുകാരൻ പറയുന്നു, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചയുണ്ടാകില്ല, അത് ഞങ്ങൾ തരുന്ന വാക്കാണെന്നൊക്കെ പറഞ്ഞ് മാർക്കോയെ ശാന്തനാക്കി പറഞ്ഞു വിടുന്നു. അതേസമയം കമലേശ്വരത്ത് തിരികെ എത്തിയ കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ട് ദുർഗയാണെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു അവളൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടിയായി എന്നുള്ളൊരു രൂപത്തിന്.
എന്തായാലും ഒരുത്തിയുടെ കുഞ്ഞിൻ്റെ ഭാഗ്യം നഷ്ടമായെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞിൻ്റെ ഭാഗ്യം കിട്ടിയെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്ന സമയത്ത് കരുണയെ തറപ്പിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിയും. കരുണയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു. അതേസമയം കരുണയും കൂട്ടി ഉണ്ണിയാണെങ്കിൽ റൂമിലേക്ക് ചെന്നിട്ട് കരുണയോട് നന്നായിട്ട് ചൂടാവുന്നു. നമ്മുടെ കുഞ്ഞ് നഷ്ടമായതിന് ശേഷം ഞാനും നീയും തമ്മിൽ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് രണ്ടാൾക്കും അറിയാം. എൻ്റെ കുഞ്ഞല്ല, പിന്നെ മറ്റൊരാളുടെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ സ്വീകരിക്കും എന്ന് ചോദിക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും വല്ല ഫുഡ് കഴിച്ചതിൻ്റെ വല്ല പ്രശ്നങ്ങളായിരിക്കും, അതോ ദൈവം അറിഞ്ഞ് കുറച്ച് നിമിഷമെങ്കിലും കരുണയെ ഇതുപോലെ മഹാലക്ഷ്മി എല്ലാവരും കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടല്ലോ. കണ്ണനെ ചതിച്ച് മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നടക്കുന്നെന്നുള്ള രൂപത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത് കരുണയാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള തിരിച്ചടിയായിരിക്കും ദൈവം ഇങ്ങനെ രൂപത്തിൽ കൊടുത്തത്. എന്തായാലും അധികം താമസിക്കാതെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത്. കാത്തിരിക്കാൻ ആ ഒരു നിമിഷത്തിനായി. എന്തായാലും കരുണയ്ക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്.